നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. 33% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ മുതലുണ്ടായിരുന്ന ശക്തമായ മഴ ഉച്ചയോടെ മാറി നിൽക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ പോളിംഗ് ഉയരാനാണ് സാധ്യത. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുങ്കത്തറ MPM HSSൽ നിന്നും ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരും ചേരുകയാണ്. ആദ്യം ശിവദാസിലേക്ക് എത്തുമ്പോൾ, ശിവദാസ്, വലിയ ഒരു ശതമാനം പോളിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം 33% പോളിംഗ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ വലിയ ഒരു ശതമാനം വോട്ടിംഗ് തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നതെന്ന് പറയാൻ സാധിക്കും. രാവിലെ മുതലേ മഴ ശക്തമായി ഉണ്ടായിരുന്നു. ആ മഴയെ ഒന്നും വകവയ്ക്കാതെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അരുൺ ആലത്തൂരാണ് അവിടെ നിന്ന് ചേരുന്നത്. അരുൺ, ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്? പോളിംഗ് ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആദ്യം രാവിലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. മഴ ഒന്ന് ശക്തിപ്പെട്ട സമയത്ത് ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായി. ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 36% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 മണിക്ക് കൃത്യം ആരംഭിച്ച പോളിംഗ് ആണ്. എനിക്ക് പുറകിൽ കാണാൻ സാധിക്കും. ആളുകളുടെയൊക്കെ നല്ല നീണ്ട നിര തന്നെ മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മിക്ക ബൂത്തുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലാങ്കര സ്കൂളിലാണ്. അവിടെ ഉള്ള ഒരു തിരക്കാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മഴയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ഇടവിട്ട് മഴ പെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും മറ്റുമൊക്കെ വീട്ടിലെ ജോലികളും മറ്റുമൊക്കെ കഴിഞ്ഞ് എത്രയും വേഗം എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിലെ വിവിധ ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നിലമ്പൂർ നഗരസഭ അപേക്ഷിച്ച് ഈ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് തിരക്ക് വലിയ രീതിയിൽ കാണുന്നു എന്നുള്ളൊരു കാഴ്ച കൂടിയുണ്ട്. അതായത് നഗരസഭയിൽ തിരക്കുണ്ട്, പക്ഷേ നഗരസഭയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്തുകളിൽ കുറച്ചുകൂടി തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ പോളിംഗ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കൃത്യം 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് ആണ്. ഇപ്പോൾ സമയം 12 മണി പിന്നിടുന്ന ഈ ഒരു വേളയിലും 36% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയോടടുക്കുമ്പോൾ നമുക്കതൊരു 1 മണി 2 മണി ആകുമ്പോഴേക്കും അത് ഒരു 50-60% 50% കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ഈ തിരക്ക് തുടരുകയാണെങ്കിൽ 50% കടക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 78-76% ഒക്കെ പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സമാന രീതിയിലേക്കുള്ള പോളിംഗ് ഇത്തവണയും ഉണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. ഒപ്പം തന്നെ മുന്നണികളൊക്കെ പോളിംഗ് കുറയുമോ എന്നൊരാശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മഴ മാറി ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ തുടങ്ങിയതോടുകൂടെ തന്നെ മികച്ച പോളിംഗ് ഉണ്ടാവുമെന്നുള്ളൊരു ആത്മവിശ്വാസം പിന്നീട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ 3 സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം M സ്വരാജ് ആയിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. തൊട്ട് പിന്നാലെ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഒരു 10 മണിയോടുകൂടെയാണ് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 3 പേരും തികഞ്ഞ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് ഒരു സർക്കാരിന് എതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഇത് എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. അതേസമയം തന്നെ മോഹൻ ജോർജ് പറഞ്ഞത് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു അടിയൊഴുക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലും മലയോര ജനതകൾക്കിടയിലും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതായിരുന്നു മോഹൻ ജോർജ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ചത്. അതേസമയം തന്നെ ഈ ഭരണ തുടർച്ചയ്ക്ക് ഉള്ള ഒരു വോട്ടായി ഇത് മാറും എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസമായിരുന്നു സ്വരാജ് പങ്കുവച്ചത്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് വോട്ട് മണ്ഡലത്തിലില്ലെങ്കിലും വിവിധ ബൂത്തുകളും മറ്റുമൊക്കെ കയറി ഇറങ്ങി വോട്ടർമാരെ അൻവർ നേരിൽ കാണുന്നതും നിലമ്പൂരിലെ ഈ പോളിംഗ് പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ 3 ആഴ്ചക്കാലം നീണ്ടു നിന്ന വാശിയേറിയ പോരാട്ടം, ആ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കൃത്യമായി മുന്നണികൾ അവരുടെ രാഷ്ട്രീയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തിന് ശേഷം നിലമ്പൂരിലെ ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് ആരാണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യം. അതേതായാലും കൃത്യമായിട്ട് തന്നെ നിലമ്പൂരിലെ ജനത അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. ശിവദാസ് കന്മനം കൂടി ചേരുകയാണ്. ശിവദാസ്, ഈ 33% വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു മികച്ചൊരു പോളിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്, അല്ലേ?
തീർച്ചയായും രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതലായും എത്തുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം നമുക്കറിയാം വീടുകളിലെല്ലാം തന്നെ കൂടുതലും സ്ത്രീകൾ ഉണ്ട്. പുരുഷന്മാർ പല ജോലികൾക്കും പോയതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലൊന്നും തന്നെ കൂടുതൽ പുരുഷന്മാർ എത്തിയിട്ടില്ല. കൂടുതലായും സ്ത്രീകളുടെ സ്ത്രീകൾ എത്തുന്നതായിട്ടാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 12 മണി കഴിഞ്ഞിരിക്കുന്നു. 35% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു പോളിംഗ് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മാറി രാവിലെ അല്പം മഴ പെയ്തിരുന്നു. ചില സമയത്ത് ചില ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അനുകൂലമായ കാലാവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ് എത്തുന്നത്. സ്ത്രീകൾ ഇത് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 1,18,000-ൽ കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അതിൽ താഴെ മാത്രമാണ് പുരുഷ വോട്ടർമാർ ഉള്ളത്. 1,13,000-ഓളം വോട്ടർമാരാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. ആകെ 2,32,000-ഓളം വോട്ടർമാരാണ് ഈ നിലമ്പൂരിൽ ഉള്ളത്. എന്തായാലും ശക്തമായ ഒരു മത്സരം തന്നെ നടക്കുന്ന ഒരു പോരാട്ടം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പിനെ. പ്രത്യേകിച്ച് നമുക്കറിയാം 2026 നടക്കുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു മുൻപുള്ള കുറച്ച് മാസങ്ങൾക്ക് മാത്രം മുൻപുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് അതൊരു സെമി ഫൈനൽ ആയി വിശേഷിപ്പിക്കുന്നുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു 3 ആഴ്ചയിൽ കൂടുതലായി ഇവിടെ പ്രചാരണം നടന്നപ്പോഴൊക്കെ തന്നെ അത്തരത്തിലുള്ള ശക്തമായ ഒരു പ്രചാരണം തന്നെയാണ് എല്ലാ മുന്നണികളും ഇവിടെ കാഴ്ചവെച്ചത്. ഇടത് വലത് മുന്നണികളും NDAയും അടക്കം. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന PV അൻവർ അടക്കം അത്തരത്തിൽ ശക്തമായൊരു പ്രചാരണം ഇവിടെ കാഴ്ചവെച്ചു. മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് അത്രത്തോളം പ്രാധാന്യത്തോടെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. CPMൻ്റെ സംസ്ഥാന നേതാവ് M സ്വരാജ് LDFനായി മത്സരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. മലയോര മേഖലയിൽ കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDAയുടെ സ്ഥാനാർത്ഥി.